കലിപ്പ് തീരണില്ലല്ലേ. ബിഗ് ടി വി പുതിയതായി മലയാളത്തിൽ വന്ന വാർത്താ ചാനൽ. ഈ ബിഗ് ടി വിയുടെ ചെറിയ അപ്ഡേറ്റുകൾ പോലും വലിയ രീതിയിലുള്ള ചർച്ചയായി മാറിയിരുന്നു. ബിഗ് ടി വി മറ്റ് ചാനലുകളിൽ നിന്നൊക്കെ പ്രഗത്ഭരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ കൂട്ടത്തോടെ ബിഗ് ടി വിയിലെത്തി. മറ്റ് പല കേരളത്തിൽ തന്നെ വിജയിച്ച പല ചാനലുകളുടെയും പിറകിൽ പ്രവർത്തിച്ച അനിലയിലൂർ തന്നെയാണല്ലോ ഇതിൻ്റെയും പിറകിലുള്ളത്. മോശം വരില്ല. ഇപ്പം എന്താ കേരളത്തിൽ നടക്കുന്നത്? വളരെ വൃത്തികെട്ട രീതിയിലുള്ള മത്സരമല്ലേ ചാനലുകൾ നടത്തുന്നത്. ഇപ്പോൾ ഒരു പുതിയ വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു. ബിഗ് ടി വി പൂട്ടുന്നു, ബ്യൂറോകളൊക്കെ പൂട്ടിത്തുടങ്ങി, ക്യാമറ വാടകക്കാർ കൊണ്ടുപോയി. ഇതാണ് ആ വാർത്ത. കുറച്ചു കാലത്തെ മാധ്യമപ്രവർത്തന പരിചയം വെച്ചിട്ട് ഞാനൊന്ന് അന്വേഷിച്ചു. ദി എക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ അതാരാണ് എന്നുള്ളതൊന്ന് അന്വേഷിച്ച് നോക്കി. ഞാൻ അറിഞ്ഞ പേര് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എന്താണ് ഇതുകൊണ്ടൊക്കെ ഇവർ ഉദ്ദേശിക്കുന്നത്? ജനങ്ങളെ കോമാളിയാക്കുകയല്ലേ വാർത്ത എന്ന പേരിൽ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മുകളിൽ വേറൊരാളും വരാൻ പാടില്ല, അതാണ് ഉദ്ദേശം. അതിൻ്റെ പേരിൽ വാർത്ത കൊടുക്കുന്നു. വാർത്ത എന്നുള്ളൊരു പേരിൽ ഓരോ സംഗതികൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ്. കഷ്ടം തന്നെ കേട്ടോ. എൻ്റെ അന്വേഷണത്തിൽ ബിഗ് ടി വിക്ക് ഇപ്പോൾ യാതൊരു പ്രശ്നമുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ബിഗ് ടി വിയിൽ, അവരുമായിട്ടൊക്കെ സംസാരിച്ചു. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അവർ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ജോലി ചെയ്യുകയാണ്. ഒരു മാസത്തിനുള്ളിൽ ഇപ്പോൾ അവർ ഹൈദരാബാദിലാണ്. ഒരു മാസം കൊണ്ട് അവർ കേരളത്തിൽ കൊച്ചിയിൽ സ്റ്റുഡിയോ തുടങ്ങും, ഇവിടുന്ന് സംപ്രേഷണം ആരംഭിക്കും. ഇതാണ് ഇപ്പോൾ നിലവിൽ അവരുടെ അവസ്ഥ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം, ക്യാമറ വാടകക്കാർ കൊണ്ടുപോയി എന്നാണല്ലോ വാർത്ത കണ്ടത്. കാർഡിൽ അവരിങ്ങനെ വലുതാക്കി അടിച്ചു വിട്ടിട്ടുണ്ട്. അവരിപ്പോൾ സോണിയുടെ AI ഡിറ്റക്ഷനൊക്കെ ഉള്ള പുതിയ 25 ക്യാമറകൾക്ക് ഓർഡർ ചെയ്തതായിട്ടും നമുക്കറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർ മുന്നോട്ട് വരുന്നത് ആർക്കാണ് ഭീഷണിയാവുക? അവരാണ് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അനിലയിലൂർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെയാണ് ഇവർ പേടിക്കുന്നത്. ഇപ്പോൾ അവരുടെയൊക്കെ തന്നെ ചാനലുകൾ എങ്ങനെ നിന്നിരുന്ന ചാനലാണ്, അതിനൊക്കെ മുൻനിരയിലെത്തിച്ച വ്യക്തിയാണല്ലോ ഈ അനിലയിലൂർ. അതിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും തുടക്കത്തിലേ തകർക്കുക, ഇതാണ് ഉദ്ദേശം. ഇനി ആ വിഷയത്തിൽ നിന്നൊന്ന് മാറിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ വാർത്തകളൊക്കെ തനി കോമാളിക്കളിയാക്കുന്ന ചില രീതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിതൊന്ന് കണ്ടു നോക്കി. റോൾ ക്യാമറ ഇലക്ഷന്റെ ഈ ഒരു യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് കോട്ടയം ജില്ലയിലാണ്, പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലാണ്, പൂഞ്ഞാറിലെ ഈരാറ്റുപേട്ടയിലാണ്. ഈരാറ്റുപേട്ടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയട്ടെ. പ്രമുഖ മാധ്യമപ്രവർത്തകൻ ഷിഹാസുദ്ദീൻ ജനിച്ചു വളർന്ന നാടാണ് ഈരാറ്റുപേട്ട. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ പുറകിൽ കാണുന്ന വീട് അതാണെന്ന് ഞാൻ പറയട്ടെ. കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാവ് ശ്രീ PC ജോർജിന്റെ വീടിന് മുന്നിലാണ്. എന്താണിത്? കണ്ടിട്ട് എന്താ തോന്നുന്നത്? കുറച്ചൊക്കെ നാണം തോന്നുന്നില്ലേ? ഇതൊക്കെ വലിയ സംഭവമായിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? കഷ്ടം. ഇങ്ങനെ കേരളത്തിലെ വാർത്താ സംസ്കാരം മാറ്റിയെടുത്തതിൽ ആരാണ് ഉത്തരവാദി? ഇനി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വാർത്തകളും സർവേകളും ഒക്കെ നടന്നല്ലോ. ഭയങ്കര ആധികാരികമായിട്ടാണ് ഇവർ വിധി പറയുന്നത്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. റിസൾട്ട് വരട്ടെ, ബാക്കി വിശദമായിട്ട് നമുക്ക് അപ്പം പറയാം. തങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്നപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര പ്രഗത്ഭരാണേ. അവിടുന്ന് വിട്ട് വേറൊരു ചാനലിലേക്ക് പോയപ്പോൾ അവരെ മേക്കപ്പ് പ്രശ്നം, അവരുടെ എന്തൊക്കെയാ പ്രശ്നം എന്ന് പറയാനില്ല. അങ്ങനെ മൊത്തം പ്രശ്നം. ഇതൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഇവർക്കൊക്കെ സോഷ്യൽ മീഡിയ ടീമുണ്ട്, വേറെ കുറേ പേരുകളിൽ. അതിലൂടെ അങ്ങനെ അടിച്ചു വിടുക. ഇതൊക്കെ കാണുന്നതായ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ വാർത്ത എന്നുള്ള പേരിൽ അവരിതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പുതിയ ചാനൽ വരുന്നതേ മുതലാളിമാർക്കൊക്കെ പ്രശ്നമാണ്. പക്ഷെ സാധാരണ അതിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുണ്ടല്ലോ, അവർക്കതൊരു അനുഗ്രഹം കൂടിയാണ് കേട്ടോ. കൂടുതൽ അവസരങ്ങൾ, പുതിയ അവസരങ്ങൾ അവർക്ക് കിട്ടുവാണ്. നമ്മളൊക്കെ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന സെലിബ്രിറ്റി മുഖങ്ങളൊന്നും അല്ല യഥാർത്ഥ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത്. സിംഗിൾ മാൻ ബ്യൂറോകളിൽ രാവും പകലും അറിയാതെ ഓടുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. അവരുടെ കുടുംബം പോലും നോക്കാൻ പറ്റാതെ രാവിലെ തുടങ്ങി രാത്രി വരെ, അതിനുശേഷം വീട്ടിലൊന്ന് എത്തിയാൽ വീണ്ടും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി ഓടുന്നത്. അങ്ങനത്തെ മാധ്യമപ്രവർത്തകരുണ്ട്. അവരാണ് യഥാർത്ഥ മാധ്യമപ്രവർത്തകർ. അവർക്ക് ഈ പറയുന്ന 10 ലക്ഷമോ 20 ലക്ഷമോ ഒന്നും ശമ്പളമില്ല. അവരുടെയൊക്കെ ശമ്പളം കൂടെ ഒന്ന് ആലോചിക്കണം. അവർക്കൊക്കെ പുതിയൊരു അവസരം കൂടെയാണ് ഇങ്ങനത്തെ ചാനലുകൾ വരുന്നതും പുതിയ സംഭവങ്ങൾ കേരളത്തിൽ വരുന്നതും ഒക്കെ. ഈ മാധ്യമപ്രവർത്തകരാണ് നിങ്ങളുടെയൊക്കെ അജണ്ട നടപ്പിലാക്കാനും രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് എന്തൊക്കെ ചെയ്യണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് ഒരു അജണ്ട സെറ്റ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ പിറകെ ഓടിക്കുന്ന ഈ മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ വലിച്ചെറിഞ്ഞ്
നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സംഗതികൾ ചെറുതാണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ അവരെയൊക്കെ വലിച്ചെറിയുന്ന ഇവരെയൊക്കെ കുറച്ചൊക്കെ ഒന്ന് പരിഗണിക്കണം. മാത്രമല്ല ഇവർക്കൊക്കെ പുതിയ ചാനലുകൾ വരുന്നത് ഒരു അനുഗ്രഹമാണ്. ഈ പറയുന്ന വലിയ ലക്ഷങ്ങളൊന്നും ഇല്ലെങ്കിലും 1000, 2000, 3000 ഒക്കെ ഇവർക്ക് കൂട്ടിക്കിട്ടും ശമ്പളം. വലിയ രീതിയിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ വലിയ ലക്ഷങ്ങളെ ശമ്പളത്തിന് കണക്ക്. എത്ര പേരാണ് ഇവിടെ ഇന്ന് മലയാളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ആളുകൾ? ഈ സാധാരണ ബ്യൂറോകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ശമ്പളം കൂടെ നിങ്ങളൊക്കെ ഒന്ന് പറ. എല്ലാവരുടെയും അവകാശത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്നാണല്ലോ വെപ്പ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകരുടെ അവകാശങ്ങൾ പറയാൻ അവർക്കൊരു സ്ഥലം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇപ്പം നടക്കുന്ന തമ്മുത്തല്ലും പൂട്ടിക്കലും ഒക്കെ ഭേഷമായിട്ട് അങ്ങോട്ട് നടക്കട്ടെ. അതൊക്കെയാണല്ലോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത്. കലിപ്പ് തീരണില്ലല്ലേ?